أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു ആ രൂപത്തിൽ റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ, വിശ്വാസിനികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിം സമൂഹം ഒരു മഹാനായ പ്രവാചകനെ ഓർക്കുന്ന ഒരു വലിയ സന്ദർഭത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹത്തിൻ്റെ കുടുംബം ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഹാജറ ബീവി അടങ്ങുന്ന അവരെയൊക്കെ ഓർക്കുകയും പരിശുദ്ധമായ മക്ക ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെട്ട് മനസ്സിലേക്ക് കടന്നു വരികയും ചെയ്യുന്ന ഏറ്റവും നല്ല വിശ്വാസികൾക്ക് ആനന്ദമേകുന്ന, ആശ്വാസമേകുന്ന ഒരു സന്ദർഭത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച്, അവിടുത്തെ മാതൃകയെക്കുറിച്ച് മനസ്സിലാക്കുകയും അത് ജീവിതത്തിന്റെ ഭാഗമാക്കുകയും ചെയ്യാൻ വിശ്വാസി സമൂഹം തയ്യാറാവേണ്ടതുണ്ട്. മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മാർഗം, ഇബ്രാഹിം നബിയുടെ മില്ലത്ത് പിൻപറ്റണമെന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ജീവിതത്തിലെ പ്രാർത്ഥനകൾ പരിശോധിച്ചാൽ പലപ്പോഴും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥനകളുടെ രൂപത്തിൽ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ദുആ ചെയ്തതായി നമുക്ക് കാണാൻ കഴിയും. ഇന്നത്തെ ക്ലാസ്സിലൂടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനകൾ വിശുദ്ധ ഖുർആൻ പല ഭാഗങ്ങളിലായി, സൂറത്തുൽ ബഖറ, അതേപോലെ തന്നെ സൂറത്ത് ഇബ്രാഹിം, സൂറത്തു ശുഅറാ, മുംതഹിന തുടങ്ങിയ അധ്യായങ്ങളിലൂടെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനകൾ
വിശദീകരിച്ചിട്ടുണ്ട്. പല ഭാഗങ്ങളിലായിട്ടാണ് ആ പ്രാർത്ഥനകൾ കിടക്കുന്നത്. ആ പ്രാർത്ഥനകളും അതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളും മാത്രം പറയുവാനാണ് ഇന്നത്തെ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനകൾ പറയുന്നതിന് മുമ്പേ ആ ഓരോ പ്രാർത്ഥനകൾ പറയുമ്പോഴും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത് ഒരു വലിയ പ്രവാചകനായിട്ട് കൂടെ, അഥവാ ഖലീലുല്ലാഹ് എന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ച ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകന്മാരിൽ ഉൾപ്പെടുത്തിയ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പോലും ഒരു വേള നമ്മളൊക്കെ നിസ്സാരമായി കാണുന്ന പ്രാർത്ഥനകൾ വരെ, വിഷയങ്ങൾ വരെ അവിടുത്തെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുകയും അത് വലിയ പ്രാധാന്യത്തോടുകൂടി പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആ പ്രാർത്ഥനകൾക്ക് എത്രമാത്രം സ്ഥാനമുണ്ടാകണം എന്ന് നാം ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട്. സൂറത്തുൽ ബഖറയിലെ 126-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന പറയുന്നുണ്ട്. ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ഹാജറ ബീവിയെയും മക്കയുടെ വിജനമായ പ്രദേശത്ത് കൊണ്ടുവന്നാക്കി തിരിച്ചു പോകുമ്പോ ആ മക്കയെ നോക്കി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്. وَإِذْ قَالَ إِبْرَاهِيمُ رَبِّ اجْعَلْ هَذَا بَلَدًا آمِنًا وَارْزُقْ أَهْلَهُ مِنَ الثَّمَرَاتِ مَنْ آمَنَ مِنْهُمْ بِاللَّهِ وَالْيَوْمِ الْآخِرِ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയാണത്. റബ്ബി ജഅൽ ഹാസാ ബലദൻ ആമിന, അല്ലാഹുവേ ഈ പ്രദേശം, ഈ മക്ക എന്ന പ്രദേശം ഏറ്റവും സമാധാനത്തിന്റെ, നിർഭയത്വത്തിന്റെ ഒരു സ്ഥലമാക്കി, കേന്ദ്രമാക്കി നീ മാറ്റണമേ എന്ന്. റബ്ബി ജഅൽ ഹാസാ ബലദൻ ആമിന, അല്ലാഹുവേ ഏറ്റവും നല്ല സമാധാനം ലഭിക്കുന്ന, ഏറ്റവും നല്ല നിർഭയത്വം ലഭിക്കുന്ന ഒരു കേന്ദ്രമാക്കി ഈ പരിശുദ്ധമായ മക്കയെ നീ മാറ്റണമേ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്യുകയാണ്. തീർന്നില്ല, വർസുഖ് അഹ്ലഹു മിനസ് സമറാത്ത്, എല്ലാ രൂപത്തിലുള്ള പഴവർഗ്ഗങ്ങളും അവിടെ ലഭിക്കുമാറ്, ആ രാജ്യത്തേക്ക്, ആ പ്രദേശത്തേക്ക് എത്തിക്കുമാറ് റബ്ബേ ഈ പ്രദേശത്തെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്. രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്നാമതായി പറഞ്ഞു, ജീവിക്കുന്ന ആ നാടിന് നിർഭയത്വം ഉണ്ടാകണമേ എന്ന്, ആ പ്രദേശത്തിന് സമാധാനമുണ്ടാകണമേ എന്ന്, ആ രാജ്യത്ത് റിസ്ക് ലഭിക്കാൻ പറ്റുന്ന രൂപത്തിൽ പഴവർഗ്ഗങ്ങൾ ധാരാളമായി നൽകണേ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് പാഠമുണ്ട് ഈ പ്രാർത്ഥനയിൽ. നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യം, പ്രദേശം ഏതുമാകട്ടെ, നാം ജനിച്ചു വീണ നാടും രാജ്യവും ഏതുമാകട്ടെ, അത്തരം പ്രദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അള്ളാഹുവോട് ആ പ്രദേശത്തെ റിസ്കിന് വേണ്ടി ചോദിക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ ബാധ്യതയാണ്, ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ്. നമ്മൾ ഒരുപാട് ദുആ ചെയ്യാറുണ്ട്, നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നാടിന് നിർഭയത്വം ലഭിക്കാൻ, സമാധാനം ലഭിക്കാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യാറുണ്ടോ? ഒരുപാട് സൗകര്യങ്ങളുണ്ട്, ഒരുപാട് റിസ്കുകളുണ്ട് എന്നും വിചാരിക്കുക. പക്ഷേ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നാട്ടിൽ സമാധാനമില്ലെങ്കിൽ എന്ത് സൗകര്യങ്ങൾ ഉണ്ടായിട്ടെന്ത് കാര്യം? എന്ത് ഭക്ഷണ വിഭവങ്ങൾ ലഭിച്ചിട്ടെന്ത് കാര്യം? അവിടെ സമാധാനമുണ്ടാകണം, അവിടെ നിർഭയത്വമുണ്ടാകണം. ഇന്ന് പ്രത്യേകമായി ആലോചിച്ചു നോക്കൂ നിങ്ങൾ, ലോകത്ത് വലിയ പ്രതിസന്ധികളും പ്രയാസങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ദുആകളിൽ എപ്പോഴെങ്കിലും അത്തരം പ്രതിസന്ധികൾ നീക്കം ചെയ്യപ്പെടാനും ആ പ്രയാസങ്ങളൊക്കെ മാറി ലോകത്ത് സമാധാനമുണ്ടാകാൻ, നിർഭയത്വമുണ്ടാകാൻ നമ്മൾ എപ്പോഴെങ്കിലും അല്ലാഹുവോട് ദുആ ചെയ്തോ? നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ നേർക്ക് നേരെ അത്തരം പ്രയാസങ്ങൾ ഇന്ന് ലോകത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് അറബ് രാജ്യത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ യുദ്ധ സാഹചര്യങ്ങളും പ്രയാസങ്ങളും ഒരുപക്ഷെ നേർക്ക് നേരെ നമ്മെ ബാധിച്ചിട്ടുണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കതൊരു വലിയ വിഷയമല്ല. നമ്മുടെ നാട്ടിലാണെങ്കിൽ ആകെ പറയുന്നത് ഗ്യാസ് ഇല്ല എന്ന് മാത്രമാണ്. കത്തിക്കാൻ ഗ്യാസ് ഇല്ല, അതിന്റെ പ്രശ്നം മാത്രമേ ആളുകൾക്ക് മനസ്സിലാക്കിയിട്ടുള്ളൂ. പക്ഷേ
കഴിഞ്ഞ ദിവസത്തെ കണക്കുകൾ നാം മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ ലക്ഷത്തിൽ പരം ആളുകൾ, ഏകദേശം 3 ലക്ഷത്തോളം പ്രവാസികൾ നമ്മുടെ രാജ്യത്തേക്ക് മടങ്ങിക്കഴിഞ്ഞു എന്നതാണ്. ഇതിങ്ങനെ തുടർന്നാൽ എന്തായിരിക്കും അവസ്ഥ? നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ പോയ പ്രവാസികളൊക്കെയും ലോകത്തിന്റെ അല്ലെങ്കിൽ പല ഭാഗങ്ങളിലുള്ള ആളുകളാണ് എന്നതുകൊണ്ട് ഒരുപക്ഷെ നമുക്ക് നേർക്കുനേരെ വലിയ പ്രയാസങ്ങളൊന്നും അനുഭവിച്ചു കൊള്ളണമെന്നില്ല. നമുക്കങ്ങനെ അത്തരമൊരു ഫീൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷേ നമ്മൾ ദുആ ചെയ്യണം. ഇത്തരം പ്രതിസന്ധികളും ഇത്തരം പ്രയാസങ്ങളും എത്രയും വേഗം മാറിക്കിട്ടാനും ലോകത്ത് സമാധാനം നിലനിൽക്കാനും നിർഭയത്വം നിലനിൽക്കാനും നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ രാജ്യത്ത് നോക്കൂ നിങ്ങൾ, കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് വരെ വലിയ പ്രയാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് മതത്തിന്റെ പേരിൽ, രാഷ്ട്രീയത്തിന്റെ പേരിൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുകയാണ്. തീവ്രവാദ ഭീകരവാദ പ്രവർത്തനങ്ങളുടെ ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെ കാണാൻ പാടില്ല. ഇന്ന് രാവിലെ പോലും നമ്മൾ വായിച്ചതെന്താ? ഇന്ന് രാവിലെ പോലും നമ്മൾ കണ്ടതെന്താ? ഇപ്പോഴും ലൈവായി നിൽക്കുന്നതെന്താ? മതത്തിന്റെ പേരിൽ ആളുകളെ വേർതിരിക്കുന്ന അവസ്ഥകൾ, മതവുമായി ബന്ധപ്പെട്ട പ്രചരണത്തിനിറങ്ങിയ ചെറിയ മക്കളെ, അല്ലെങ്കിൽ അത്തരം പോസ്റ്റ് ഒട്ടിക്കാൻ ഇറങ്ങിയ മക്കളെ ഒരു വിഭാഗം ആളുകൾ വന്ന് ആക്രമിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇവിടെയാണ് നിർഭയത്വവും സമാധാനവും നിലനിൽക്കേണ്ടതിന്റെ ആവശ്യകത നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളെപ്പോഴും അല്ലാഹുവോട് ചോദിക്കണം, റബ്ബി ജഅൽ ഹാസാ ബലദൻ ആമിന, അല്ലാഹുവേ ഈ നാടിന് നീ സമാധാനം നൽകണമേ, ഈ നാടിന് നിർഭയത്വം നൽകണമേ. രണ്ടാമത്തെ കാര്യം വർസുഖ് അഹ്ലഹു മിനസ് സമറാത്ത്, അല്ലാഹുവേ ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും റിസ്ക് നൽകണമേ, എല്ലാ രൂപത്തിലുള്ള ഫലവർഗങ്ങളും നൽകണമേ. നമ്മൾ പ്രാർത്ഥിച്ചോ? നമ്മൾ പ്രാർത്ഥിക്കണം. ഭക്ഷണക്ഷാമമുണ്ടായാൽ, പട്ടിണി വന്നാൽ എന്തായിരിക്കും അവസ്ഥ? വലിയ പ്രയാസമായി മാറും, വലിയ പ്രയാസമായി മാറും. അതുകൊണ്ട് ഇത് രണ്ടിനും വേണ്ടി എപ്പോഴും നമ്മൾ ദുആ ചെയ്യണം. റിസ്ക് നിലനിൽക്കാൻ, റിസ്ക് ലഭിക്കാൻ, അതേപോലെ തന്നെ നിർഭയത്വത്തിന് വേണ്ടി എപ്പോഴും ഒരു വിശ്വാസി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം എന്നതാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഈ പ്രാർത്ഥനയിൽ നിന്നും ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. നോക്കൂ നിങ്ങൾ, മക്കയെക്കുറിച്ച്, മക്കയുമായി ബന്ധപ്പെട്ട ചരിത്രം പഠിച്ചവർക്കും അല്ലെങ്കിൽ മക്കയെക്കുറിച്ച് അറിയുന്നവർക്കും അറിയാവുന്ന ഒരു വസ്തുതയുണ്ട്. മക്കയിൽ സാധാരണ കൃഷി കുറവാണ്. മക്കയിൽ കൃഷി കുറവാണ്. മാത്രമല്ല ഒരല്പമെങ്കിലും കൃഷിയുണ്ടെങ്കിൽ അത് ത്വായിഫിലാണ്. അവിടെയും നമ്മൾ വിചാരിച്ചതുപോലെയുള്ള എല്ലാ ഫലവർഗങ്ങളും പഴവർഗ്ഗങ്ങളും ഇല്ല. പക്ഷേ മക്കയിൽ ലഭിക്കാത്ത ഒരു പഴവർഗ്ഗങ്ങളുമില്ല. അവിടേക്ക് മറ്റു രാജ്യങ്ങളിൽ നിന്ന് പണ്ടു മുതലേ, ഇന്നൊരു പക്ഷെ നമ്മൾ പറയുന്നുണ്ടാകും, നമ്മുടെ തൊട്ടടുത്തുള്ള സൂപ്പർ മാർക്കറ്റുകളിൽ, ഹൈപ്പർ മാർക്കറ്റുകളിൽ എല്ലാ രൂപത്തിലുള്ള പഴവർഗ്ഗങ്ങൾ കിട്ടുന്നുണ്ടല്ലോ, അതേപോലെയുള്ള മാർക്കറ്റുകളിൽ എല്ലാ പഴവർഗ്ഗങ്ങളും കിട്ടുന്നുണ്ടല്ലോ. പക്ഷേ മക്കയിൽ ഇത്തരം സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലത്തും പണ്ട് മുതലേ തന്നെ എല്ലാ രൂപത്തിലുള്ള പഴവർഗ്ഗങ്ങളും മക്കയിലേക്ക് വന്നുകൊണ്ടേയിരുന്നു മറ്റു പല രാജ്യങ്ങളിൽ നിന്നും എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു നൽകിയ ഉത്തരമാണത്. അത് ഉത്തരം നൽകി എന്ന് വെറുതെ പറയല്ല. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖസസിലെ 57-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, അവലം നുമക്കിൽ ലഹും ഹറമൻ ആമിന, ആ പരിശുദ്ധമായ ഹറമിനെ അള്ളാഹു സമാധാനത്തിന്റെ കേന്ദ്രമാക്കി മാറ്റിയില്ലേ. യുജുബാ ഇലൈഹി സമറാത്തു കുല്ലി ശൈഇൻ റിസ്ഖൻ മിൻ ലദുന്നാ, അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമായി അവിടേക്ക് എല്ലാ രൂപത്തിലുള്ള പഴവർഗ്ഗങ്ങളും ലഭിക്കപ്പെട്ടില്ലേ? അള്ളാഹു അയച്ചു കൊടുത്തില്ലേ? അള്ളാഹു നൽകിയില്ലേ എന്ന് വിശുദ്ധ ഖുർആൻ പറയാണ്. വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ, പക്ഷേ അധിക ആളുകളും ഇതൊന്നും പഠിക്കാനൊന്നും തയ്യാറാകുന്നില്ല, ഇതൊന്നും മനസ്സിലാക്കാൻ പല ആളുകളും തയ്യാറാകുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അപ്പോ ഈ രണ്ട് പ്രാർത്ഥനകൾ, ഇതിന്റെ അറബി ഒരു പക്ഷേ എല്ലാവർക്കും അറിഞ്ഞുകൊള്ളണമെന്നില്ല. നമ്മുടേതായ ഭാഷയിലെങ്കിലും നമ്മുടെ പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ രാജ്യത്തിനു വേണ്ടി, നമുക്ക് റിസ്ക് ലഭിക്കാൻ കാരണമായ ഈ രാജ്യത്തിനു വേണ്ടി, ഈ രാജ്യത്തെ ഐക്യത്തിനു വേണ്ടി, ഈ രാജ്യത്തെ ബർക്കത്തിനു വേണ്ടി, ഈ രാജ്യത്തെ സമാധാനത്തിനു വേണ്ടി, ലോകത്തെ മുസ്ലിമീങ്ങൾക്കിടയിലുള്ള ഐക്യത്തിനും സമാധാനത്തിനും വേണ്ടി, നിർഭയത്വത്തിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ രാജ്യത്തെ സമാധാനം നിലനിൽക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം. ഭക്ഷണക്ഷാമമില്ലാതെ, പട്ടിണിയില്ലാതെ മുന്നോട്ടു പോവാൻ അള്ളാഹുവിന്റെ തൗഫീക്കിന് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം എന്നതാണ് ഒന്നാമത്തെ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശരി, ഇനി മറ്റൊരു പ്രാർത്ഥനയുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവോട് ദുആ ചെയ്യുകയാണ്, റബ്ബനാ തഖബ്ബൽ മിന്നാ
ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുവേ ഞങ്ങളിൽ നിന്നും ഇത് സ്വീകരിക്കണേ നാഥാ, നീയാണെല്ലാം കേൾക്കുന്നവനും അറിയുന്നവനും. എപ്പോഴാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ ദുആ ചെയ്യുന്നത്? കഅബാലയത്തിന്റെ പണി നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ്. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം, പടച്ച റബ്ബിന്റെ തീരുമാനപ്രകാരം ആ പരിശുദ്ധമായ കഅബാലയത്തിന്റെ പണി പൂർത്തിയാക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമുണ്ട്, ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമുണ്ട്. ആ രണ്ട് പ്രവാചകന്മാരും കൂടെ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് കഅബാലയത്തിന്റെ പണി പൂർത്തിയാക്കുന്നത്. ഓരോ കല്ലെടുത്തു വെക്കുമ്പോഴും അള്ളാഹുവോട് ദുആ ചെയ്യുകയാണ്, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അള്ളാഹുവേ ഞങ്ങളിൽ നിന്നും ഇത് സ്വീകരിക്കണേ. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, അതിര് കവിഞ്ഞ ഒരാത്മവിശ്വാസം അവർക്കുണ്ടായിരുന്നില്ല. അല്ലാഹ് പറഞ്ഞിട്ടാണ് കഅബാലയത്തിന്റെ പണി പൂർത്തിയാക്കുന്നത്. റബ്ബിന്റെ തീരുമാനപ്രകാരമാണ് ഇറാഖിൽ നിന്ന് മക്കയിലേക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വന്നത്. ഒക്കെ ശരിയാണ്. പക്ഷേ അള്ളാഹിനോട് ദുആ ചെയ്യാണ്, പടച്ച റബ്ബേ സ്വീകരിക്കണേ, നീ ഇത് സ്വീകരിക്കണേ. സാധാരണ നമ്മളെ പോലെയുള്ള ഇതൊക്കെ സ്വീകരിച്ചില്ല പിന്നെ എന്ത് സ്വീകരിക്കാനാണ് പല ആളുകളും ചിന്തിക്കാറുള്ളത്. അങ്ങനെയല്ല. വർഷങ്ങൾക്ക് മുമ്പേ ഹജ്ജ് ചെയ്തവരുണ്ടാകും, വർഷങ്ങൾക്ക് മുമ്പേ ഉംറ ചെയ്തവരുണ്ടാകും. അവരൊക്കെയും അള്ളാഹുവോട് എന്നും ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. അള്ളാഹുവേ ഞാൻ ചെയ്ത ഹജ്ജ് നീ സ്വീകരിക്കണേ, ഞാൻ ചെയ്ത ഉംറ നീ സ്വീകരിക്കണേ. നമ്മളൊക്കെ സാധാരണ ഹജ്ജ് ഇങ്ങോട്ട് ചെയ്ത് തിരിച്ചു വരുമ്പോ, അല്ലെങ്കിൽ ഉംറ ചെയ്ത് തിരിച്ചു വന്നാൽ 2-3 ദിവസമൊക്കെ ഉണ്ടാവും ആ ഒരു തൊക്കവയും ആ ഒരു പ്രാർത്ഥനയൊക്കെ പഠിച്ചോനെ സ്വീകരിക്കണേ, അത് കഴിഞ്ഞ് അങ്ങോട്ട് മാറ്റാണ്. അതുപോലെ നമസ്കാരം കഴിഞ്ഞാൽ അള്ളാഹുവോട് ദുആ ചെയ്യണം. പരിശുദ്ധ റമദാൻ കഴിഞ്ഞില്ലേ? മുൻഗാമികളായ സലഫുകളുടെ ചരിത്രം വായിക്കുന്നിടത്ത് കാണാം, റമദാൻ കഴിഞ്ഞാൽ 6 മാസത്തെ പ്രാർത്ഥന, റമദാൻ കഴിഞ്ഞ 6 മാസത്തെ പ്രാർത്ഥനയിൽ അവരേറ്റവും കൂടുതൽ അള്ളാഹുവോട് ദുആ ചെയ്തിരുന്നത്, അള്ളാഹുവേ ഈ റമദാൻ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ, ഈ റമദാനിലെ കർമ്മങ്ങൾ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ. ഇതായിരുന്നു നിരന്തരമായി ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമൊന്നുമില്ല. നമുക്കങ്ങനത്തെ ഒരു ചെറിയ ഒരു പേടിയെങ്കിലും നമുക്കുണ്ടാകണം. നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ഇബാദത്തുമൊന്നും അള്ളാഹു സ്വീകരിക്കാതെ പോയാലുള്ള അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കുങ്ങള്. എന്തായിരിക്കും അവസ്ഥ? നാം നമസ്കരിക്കുന്നില്ലേ, നാം സ്വതക്ക ചെയ്യുന്നില്ലേ, നാം സക്കാത്ത് കൊടുക്കുന്നുണ്ട്, ഇതൊന്നും അള്ളാഹു സ്വീകരിക്കാതെ പോയാലുള്ള അവസ്ഥ. ഹൽ അതാക ഹദീസുൽ ഹാശിയ വജൂഹു യൗമഇദിൻ ഖാശിഅ അമിലത്തുൻ നാസിബ തസ്ലാ നാരൻ ഹമിയ. അർത്ഥം എല്ലാവർക്കും അറിയാമല്ലോ. അമിലത്തുൻ നാസിബ, ഒരുപാട് പ്രവർത്തിച്ച് ക്ഷീണിച്ചിട്ടാണ് റബ്ബിന്റെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. ഇതിന്റെ ഒക്കെ പ്രതിഫലം വാങ്ങാമെന്ന ആഗ്രഹത്തോടുകൂടെ. പക്ഷെ അള്ളാന്റെ മറുപടി എന്താണ്? തസ്ലാ നാരൻ ഹമിയ, നരകത്തിലേക്ക് പോയിക്കോളാനാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എപ്പോഴും ദുആ ചെയ്യണം. ഏതൊരു സൽക്കർമ്മം ചെയ്തു കഴിഞ്ഞാലും ആ ചെയ്തു കഴിഞ്ഞ ഉടനെ മാത്രം പോരാ, എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം. ഓർമ്മ വരുന്ന സമയത്തൊക്കെ ഉംറ ചെയ്തവരെ, ഹജ്ജ് ചെയ്തവരെ അള്ളാഹുവോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം, പടച്ചോനെ അന്ന് ചെയ്ത ഹജ്ജാണ്, അന്ന് ചെയ്ത ഉംറയാണ്, നീ സ്വീകരിക്കണേ എന്ന് നിരന്തരമായി ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. മറ്റൊരു പ്രാർത്ഥനയാണ് സൂറത്തുൽ ബഖറയിലെ 128-ാമത്തെ ആയത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രാർത്ഥന, ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന, റബ്ബനാ ബജഅൽനാ മുസ്ലിമൈനി ലക, അള്ളാഹുവേ ഞങ്ങളെ രണ്ടുപേരെയും നിനക്ക് പരിപൂർണമായി കീഴ്പ്പെടുന്നവരിൽ ഉൾപ്പെടുത്തണമേ. ആരാ ദുആ ചെയ്യുന്നത്? ഈ രണ്ടുപേരാരാ? ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും പ്രാർത്ഥിക്കാണ്, പടച്ചോനെ ഞങ്ങളെ രണ്ടുപേരെയും നിനക്ക് പരിപൂർണമായി കീഴ്പ്പെടുന്നവരിൽ ഉൾപ്പെടുത്തണമേ. എന്നാലോചിച്ച് നോക്കിങ്ങള്, വിശുദ്ധ ഖുർആൻ ഇബ്രാഹിം നബിയെ കുറിച്ച് പറഞ്ഞൊരു വാചകം നമ്മൾ കേട്ടിട്ടില്ലേ? ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. പരിപൂർണമായും പടച്ച റബ്ബിന് കീഴ്പ്പെട്ട പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. അള്ളാഹു അനുസരിക്കാൻ പറയുമ്പോ റബ്ബേ ഞാനിതാ അനുസരിച്ചിരിക്കുന്നു, നീ എന്തു പറഞ്ഞാലും അനുസരിക്കാൻ തയ്യാറാണ്. ഈ പ്രഖ്യാപനം ശരിയാണോ എന്ന് റബ്ബിന്റെ പരീക്ഷണം വന്നില്ലേ? സ്വന്തം മകന്റെ കഴുത്തിൽ കത്തിവെക്കാൻ റബ്ബിന്റെ കൽപ്പന, അവിടെയും പതറിയില്ല, ആ കൽപ്പന നിറവേറ്റുകയാണ്. ആരാ മകൻ? പറയാണ് ഇഫ്അൽ മാ തുഅ്മർ യാ അബതി ഇഫ്അൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. ഉപ്പ നിങ്ങളോട് എന്താണോ റബ്ബ് കൽപ്പിച്ചത് അത് ധൈര്യമായിട്ട് നിങ്ങൾ ചെയ്തോ. അല്ലാഹ് പറഞ്ഞിട്ടാണോ എങ്കിൽ ഒരു പേടിയും വിചാരിക്കണ്ട,
ഇങ്ങനെ പറഞ്ഞ വാപ്പയും മകനുമാണ് ദുആ ചെയ്യുന്നത്. റബ്ബനാ വജഅൽനാ മുസ്ലിമീന ലക, അല്ലാഹുവേ ഞങ്ങളെ രണ്ടുപേരെയും യഥാർത്ഥ മുസ്ലിമീങ്ങളാക്കി മാറ്റണമേ. നീ എന്തു പറഞ്ഞാലും അനുസരിക്കുന്നവരാക്കി ഞങ്ങളെ മാറ്റണമേ. ഞങ്ങളെ മാത്രമല്ല വമിൻ ദുർരിയ്യത്തിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക്, അല്ലാഹുവേ ഞങ്ങളുടെ മക്കളിൽ നിന്ന്, ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ദുആയുടെ രൂപമാണത്. നമുക്ക് വേണ്ടി മാത്രം ദുആ ചെയ്താൽ പോരാ, നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ പരമ്പരകൾക്ക് വേണ്ടി, നമ്മുടെ സന്താന പരമ്പരകൾക്ക് വേണ്ടി അല്ലാഹുവോട് ദുആ ചെയ്യണം. വമിൻ ദുർരിയ്യത്തിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക്, അല്ലാഹുവേ ഞങ്ങളെ മാത്രം മുസ്ലിമീങ്ങളാക്കിയാ പോരാ, ഞങ്ങളുടെ മക്കളിൽ നിന്നും നിനക്ക് പരിപൂർണമായി കീഴ്പ്പെടുന്ന, നീ എന്തു പറഞ്ഞാലും അനുസരിക്കുന്ന നല്ല മുസ്ലിങ്ങളായ ഒരു സമുദായത്തെ നീ കൊണ്ടുവരണമേ റബ്ബേ. അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയാണ്. നമുക്ക് മാതൃകയുണ്ടതിൽ. നമ്മൾ പറയാറുണ്ട്, ദുആ ചെയ്യാറുണ്ട്, തവഫനി മുസ്ലിമൻ എന്നൊക്കെ നമ്മൾ ദുആ ചെയ്യാറുണ്ട്. പഠിച്ചോനെ മുസ്ലിങ്ങളാക്കി മരിപ്പിക്കണേ, വേണം, അങ്ങനെയൊക്കെ ദുആ ചെയ്യണം. അതോടൊപ്പം മുസ്ലിമായി ജീവിപ്പിക്കണേ എന്നും കൂടെ പടച്ച റബ്ബിനോട് ദുആ ചെയ്യണം. നമ്മളെ മാത്രം പോരാ, നമ്മുടെ മക്കളുണ്ട്. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയിലെ ഒരു മനോഹരമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, ഇബ്രാഹിം നബി എന്തൊക്കെ ദുആ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ കൂടെയൊക്കെ മക്കളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വരുന്ന തലമുറക്ക് കൂടെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന. അല്ലാഹുവേ വമിൻ ദുർരിയ്യത്തിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക്, നിന്നെ അനുസരിക്കുന്ന പരിപൂർണമായ മുസ്ലിമീങ്ങളായി ഞങ്ങളെ മാത്രം പോരാ, ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ തലമുറകളെയും നീ ഉൾപ്പെടുത്തണേ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഇന്നൊക്കെ പലപ്പോഴും ഈ ഒരു പ്രാർത്ഥനയുടെ ഗൗരവം നമ്മൾ ഇന്ന് മനസ്സിലാക്കണം, ഇന്ന് തിരിച്ചറിയണം. രാവിലെ മുസ്ലിമായ മനുഷ്യൻ വൈകുന്നേരം കാഫിറാണ്, വൈകുന്നേരം കാഫിറായ മനുഷ്യൻ രാവിലെ മുഅ്മിനാണ്. എക്സ് മുസ്ലിമീങ്ങൾ വർദ്ധിച്ചു വരികയാണ് അല്ലേ? തട്ടമിട്ട ഉമ്മയുടെ മകളായി, ആ തട്ടമിട്ട ഉമ്മയുടെ വയറ്റിൽ പറക്കാനും മുസ്ലിമായി പിറന്നു വീഴാനും ഭാഗ്യം ലഭിച്ച മക്കൾ ഇന്ന് പൊട്ടുനട്ടു കിടക്കുന്ന അവസ്ഥയിലാണ് പലയിടത്തും നമ്മൾ കാണുന്നത്. ഹിദായത്തിന് വേണ്ടി അല്ലാഹുവിന്റെ പ്രവാചകൻ നിലനിർത്താൻ വേണ്ടി അല്ലാഹുവോട് ദുആ ചെയ്തിരുന്നു. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, അല്ലാഹുവേ ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന നാഥാ, എന്റെ ഹൃദയത്തെ ഈ ദീനിൽ ഉറപ്പിച്ചു നിർത്തണമേ. ദുആ ചെയ്യാറുണ്ടോ നാം? നമ്മൾ പറയണം, നമ്മൾ അല്ലാഹുവോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. ഇനിയോ തീർന്നില്ല. വഅരിനാ മനാസിക്കനാ, അല്ലാഹുവേ എങ്ങനെയാണ് ഇബാദത്തുകൾ ചെയ്യേണ്ടത് എന്ന്, ആരാധനാ കർമ്മങ്ങൾ ഏത് രൂപത്തിലായിരിക്കണമെന്ന് നീ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണമേ. ഏറ്റവും നല്ല രൂപത്തിൽ ഇബാദത്തുകൾ ചെയ്യാൻ, ആരാധനാ കർമ്മങ്ങൾ ചെയ്യാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്നും എത്രയോ ആളുകൾക്ക് നിസ്കാരം ശരിക്കറിയാത്തവരുണ്ട്, എത്രയോ ആളുകൾക്ക് നിസ്കാരത്തിന്റെ രൂപം അറിയാത്തവരുണ്ട്. എങ്ങനെ കൈകെട്ടണം, എങ്ങനെ സുജൂദ് ചെയ്യണം, സുജൂദ് ചെയ്യുന്ന സമയത്തെ ഏതൊക്കെ അവയവങ്ങൾ നിരത്തു മുട്ടണം എന്ന് പോലും അറിയാത്ത ആളുകൾ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ വരുന്നവരുടെ കൂട്ടത്തിലുണ്ട് ഇല്ലേ? ഏതൊക്കെ സുന്നത്ത് നിസ്കാരങ്ങളുണ്ട്, ആ സുന്നത്ത് നിസ്കാരങ്ങൾ എങ്ങനെയാണ് നിർവഹിക്കേണ്ടത്, മയ്യത്ത് നമസ്കാരത്തിന്റെ രൂപം എങ്ങനെയാണ് പെരുന്നാൾ നമസ്കാരം, എങ്ങനെയാണ് ഗ്രഹണ നമസ്കാരം, ഒരുപാട് സുന്നത്തില്ലേ? ഇതൊക്കെ പഠിക്കണം നാം. എന്നിട്ട് അതൊക്കെ ഏറ്റവും നല്ല രൂപത്തിൽ അള്ളാഹുവിന്റെ മുന്നിൽ അവതരിപ്പിക്കാൻ, നിർവഹിക്കാൻ റബ്ബിന്റെ തൗഫീക്കിന് വേണ്ടി നാം ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. അതാണല്ലോ ഓരോ നമസ്കാര ശേഷവും പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു പ്രാർത്ഥനയുണ്ട്, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. 3 തവണ പ്രാർത്ഥിക്കണം ഓരോ നിസ്കാരം കഴിഞ്ഞാലും. ഇന്ന് മഗ്രിബ് നിസ്കരിച്ചു കഴിഞ്ഞല്ലോ 3 പ്രാവശ്യം, ഇനി സംസ്കരിക്കാൻ പോവാ 3 പ്രാവശ്യം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു നോക്കിയേ. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. അല്ലാഹുവോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. വഹുസ്നി ഇബാദതിക, പടച്ച റബ്ബേ നിനക്ക് ചെയ്യുന്ന ഇബാദത്തുകൾ, നിനക്ക് ചെയ്യുന്ന ആരാധനാ കർമ്മങ്ങൾ ഏറ്റവും നല്ല രൂപത്തിൽ ചെയ്യാൻ നീ എന്നെ സഹായിക്കണേ. അല്ലാഹുവിന്റെ സഹായം വേണം ഏറ്റവും നല്ല രൂപത്തിൽ ചെയ്യണമെങ്കിൽ. ഇബ്രാഹിം നബി ദുആ ചെയ്യാണ്, വഅരിനാ മനാസിക്കനാ. പടച്ച റബ്ബ്, അതുകൊണ്ടാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്, ഒരുപാട് അമൽ ചെയ്യുന്നതിനേക്കാൾ ഇൽമാണ് കൂടുതൽ വേണ്ടത്. ഇൽമ് കൂടുതൽ നേടുകയും അതിനനുസരിച്ച് അമലുകൾ ചെയ്യുകയും വേണം. ഇൽമൊന്നുമില്ലാതെ കുറേ അമൽ ചെയ്തു, അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇൽമ് ധാരാളം ഉണ്ടാകണം.
ഓരോ വിഷയത്തെക്കുറിച്ചുള്ള ഇൽമുകൾ നേടണം, അതിനുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണം, എന്നിട്ട് അതിനനുസരിച്ച് അമലുകൾ ചെയ്യണം. അപ്പോഴേ വഹുസ്നു ഇബാദത്തിക എന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ ശരിയാവും. പഠിക്കാൻ തയ്യാറാവണം, മനസ്സിലാക്കാൻ തയ്യാറാവണം. അള്ളാഹു ഉപകാരപ്രദമായ അറിവുകൾ നമുക്കെല്ലാവർക്കും വർദ്ധിപ്പിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇബ്രാഹിം നബി ദുആ ചെയ്യാണ്, വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുവേ, നീ ഞങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കണേ അല്ലാഹ്. നീ ഏറ്റവും നന്നായി പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണല്ലോ, നീ കാരുണ്യവാനാണല്ലോ. ഇബ്രാഹിം നബിയുടെ ദുആയാണ് വതുബ് അലൈനാ. ഞങ്ങളിൽ നിന്നും ഞങ്ങളുടെ പാപങ്ങൾ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാഹ്. നമ്മൾ സാധാരണ ആകെ പറയുന്ന അസ്തഗ്ഫിറുണ്ട്. ഒരു ദിവസം എത്ര പ്രാവശ്യം പറയാറുണ്ട്? 15 പ്രാവശ്യം. ഇപ്പോൾ ഓരോ നിസ്കാരം കഴിഞ്ഞ് സലാം വിട്ടുമ്പോഴും അസ്തഗ്ഫിറുല്ലാ അസ്തഗ്ഫിറുല്ലാ അസ്തഗ്ഫിറുല്ലാ. അതിങ്ങനെ വരും. അതൊരു 3 വീതം പറയും, 15 അവസാനിപ്പിക്കും. മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം 100 തവണ അസ്തഗ്ഫിറുല്ലാ എന്ന് പറയാറുണ്ടായിരുന്നു. അള്ളാഹുവോട് പറയാണ്, കുറെ തെറ്റൊന്നും ചെയ്തിട്ടൊന്നുമല്ല. നമ്മളെന്താ പറയാറെന്നറിയോ? അതിന് മാത്രം തെറ്റൊന്നും നമ്മൾ ചെയ്യുന്നില്ലല്ലോ എന്നാണ് അല്ലെ. ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ഒക്കെ എത്രമാത്രം അബദ്ധങ്ങൾ ജീവിതത്തിൽ വരുന്നുണ്ടാകും. ഇബ്രാഹിം നബി അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞേ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പോലും ഈ രൂപത്തിലുള്ള പ്രാർത്ഥനകൾ നടത്തിയിട്ടുണ്ട് എങ്കിൽ നാം ഒക്കെ എത്ര പ്രാവശ്യം സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവോട് ദുആ ചെയ്യണം. വതുബ് അലൈനാ, അള്ളാഹുവേ ഞങ്ങൾക്ക് പശ്ചാത്താപം നൽകണമേ, ഞങ്ങൾക്ക് പാപങ്ങൾ പുറത്തു തരണമേ. ചെയ്തിട്ടൊന്നുമല്ല, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നീ പുറത്തു തരണമേ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ഇനിയും നോക്കൂ നിങ്ങൾ, മറ്റൊരു ദുആയുണ്ട്, റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ മിൻഹും. അല്ലാഹുവേ, ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്ന് നീ ഒരു ദൂതനെ നിയോഗിക്കണമേ, ഒരു പ്രവാചകനെ നിയോഗിക്കണമേ. യതുലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം. അല്ലാഹുവേ, നിന്റെ ആയത്തുകൾ പഠിപ്പിക്കുന്ന, ആളുകളെ ഏറ്റവും രൂപത്തിൽ സംസ്കരിക്കുന്ന, ഏറ്റവും നല്ല രൂപത്തിൽ ആളുകൾക്ക് ഇൽമ പഠിപ്പിക്കാൻ കഴിയുന്ന ഒരു പ്രവാചകനെ നീ നിയോഗിക്കണമേ. ഇബ്രാഹിം നബിയുടെ ദുആയാണ്, എന്റെ മക്കളിൽ നിന്ന്, എന്റെ സന്താന പരമ്പരയിൽ നിന്ന് റബ്ബേ ഏറ്റവും നല്ല ഒരു ദൂതനെ നീ നിയോഗിക്കണമേ. ആളുകൾക്ക് ഇൽമ പറഞ്ഞു കൊടുക്കുന്ന, ആളുകളെ ഹിദായത്തിന്റെ മാർഗത്തിലേക്ക് നയിക്കുന്ന, ഹിദായത്തിന്റെ മാർഗം എന്താണ് എന്ന് ജനങ്ങളെ പഠിപ്പിക്കുന്ന ഒരു പ്രവാചകനെ, ഒരു ദൂതനെ എന്റെ സമുദായം, എന്റെ മക്കളിൽ, എന്റെ സന്താന പരമ്പരയിൽ നിന്ന് റബ്ബേ നീ നൽകണമേ എന്ന് ഇബ്രാഹിം നബിയുടെ ദുആയാണ്. എന്നായി പ്രാർത്ഥിക്കുന്നത്? കാലങ്ങൾക്ക് മുമ്പേ പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥനയ്ക്ക് എപ്പോഴാ ഉത്തരം നൽകിയത്? ആരിലൂടെയാണ് ഉത്തരം നൽകിയത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ. മുഹമ്മദ് നബി പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, അന ദഅവതു അബി ഇബ്രാഹിം, ഞാൻ എൻ്റെ പിതാവായ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനക്കുള്ള ഉത്തരമാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ, വർഷങ്ങൾക്ക് മുമ്പേ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥനക്കുള്ള ഉത്തരമാണ് ഞാൻ എന്ന് ഇബ്രാഹിം നബി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, നമ്മളൊരു കാര്യം ദുആ ചെയ്താൽ അപ്പം തന്നെ ഒരു പക്ഷെ ലഭിച്ചുകൊള്ളണമെന്നൊന്നുമില്ല. നമ്മൾ അത്തരം കാര്യങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകാറുള്ളത്. ഏറ്റവും അടുത്ത് കിട്ടാൻ, അധികം വൈകാതെ കിട്ടാൻ പോരാ, എപ്പോഴും അല്ലാഹുവോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ മിൻഹും എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളും അല്ലാഹുവോട് ദുആ ചെയ്യണം. പടച്ച റബ്ബേ, എന്റെ മക്കളിൽ നിന്ന് ദീനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന, ദീനിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന, അതിന് നേതൃത്വം നൽകുന്ന അല്ലാഹുവേ ഏറ്റവും നല്ല തലമുറയെ എന്റെ മക്കളിൽ ഉണ്ടാക്കണമേ എന്ന് ദുആ ചെയ്യണം. അല്ലേ? സാധാരണ നമ്മളൊക്കെ പറയാറില്ലേ, നാട്ടിൽ വലിയ മഹല്ലിന്റെ സെക്രട്ടറിമാരും കാര്യങ്ങളും പ്രസിഡന്റും ഒക്കെ ഉണ്ടാകും, ദഅവാ രംഗത്ത് നേതൃത്വം നൽകുന്ന പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും ഒക്കെ ഉണ്ടാകും. പക്ഷേ മക്കൾ പലപ്പോഴും ഈ മാർഗത്തിലേക്ക് വരാറില്ല, മക്കളെ കിട്ടാറില്ല. പല കാരണങ്ങളുണ്ടാകാം. പക്ഷേ നമ്മൾ ദുആ ചെയ്യണം, അല്ലാഹുവോട് ദുആ ചെയ്യണം. പടച്ച റബ്ബേ, ഈ ദീനിന്റെ മാർഗത്തിലേക്ക് ഞാൻ എങ്ങനെയാണോ മുന്നിൽ നിൽക്കുന്നത്, അതുപോലെ ഇത്തരം കാര്യങ്ങൾക്ക് മുന്നിൽ നിൽക്കാൻ യോഗ്യരായ ഒരു തലമുറയെ റബ്ബേ നീ ഞങ്ങൾക്ക് നൽകണമേ എന്ന് അല്ലാഹുവോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയുടെ മാതൃകയാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇബ്രാഹിം നബിയുടെ മറ്റൊരു പ്രാർത്ഥനയാണ് സൂറത്തു ഇബ്രാഹിമിലെ 35-ാമത്തെ ആയത്തിൽ കാണാൻ കഴിയും. ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുകയാണ്,
വജുനുബ്നി വബനിയ അൻ നഅബുദൽ അസ്നാം. അല്ലാഹുവേ വജുനുബ്നി വബനിയ അൻ നഅബുദൽ അസ്നാം. അല്ലാഹുവേ എന്നെയും എൻ്റെ മക്കളെയും വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിനെ തൊട്ട് നീ അകറ്റി നിർത്തണമേ. അല്ലാഹുവേ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്നും ബഹുദൈവാരാധന നടത്തുന്നതിൽ നിന്നും ശിർക്ക് ചെയ്യുന്നതിൽ നിന്നും എന്നെയും എൻ്റെ മക്കളെയും നീ അകറ്റി നിർത്തണമേ. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാണ്. നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് എപ്പോഴെങ്കിലും? നമ്മൾ എപ്പോഴെങ്കിലും ആ ദുആ ചെയ്തിട്ടുണ്ടോ? നമ്മളൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊക്കെ വലിയൊരു അതിര് കവിഞ്ഞ ആത്മവിശ്വാസമാണ് അല്ലേ? ഞാനല്ലെങ്കിൽ പിന്നെ ആരാ? എന്റെ സ്വീകരിച്ചില്ലെങ്കിൽ പിന്നെ ആരെ സ്വീകരിക്കാം അല്ലേ? നമ്മളൊക്കെ മുസ്ലിം തറവാട്ടിലാണ്, ഞങ്ങളൊക്കെ മുസ്ലിമീങ്ങളാണ്, എന്റെ മക്കളൊക്കെ മുസ്ലിങ്ങളായിട്ടാണ് വളരുന്നത്, അവരൊക്കെ 5 നേരം നിസ്കരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പ്രാർത്ഥന ഒന്നും ഞാൻ പ്രാർത്ഥിക്കേണ്ടതില്ല എന്നാണ്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? നിങ്ങൾ ആലോചിച്ചൊക്കെ, എപ്പോഴെങ്കിലും അല്ലാഹുവോട് ദുആ ചെയ്ത കൂട്ടത്തിൽ ഇപ്പറഞ്ഞ പ്രാർത്ഥന പ്രാർത്ഥിച്ച് എത്ര പേർ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും? ഞാൻ ആരെയും പ്രയാസപ്പെടുത്താനൊന്നും വേണ്ടി പറയല്ല, ആലോചിക്കാൻ വേണ്ടി. പടച്ച റബ്ബേ, എന്നെയും എൻ്റെ മക്കളെയും ശിർക്ക് ചെയ്യുന്നതിൽ നിന്ന്, വിഗ്രഹാരാധന നടത്തുന്നതിൽ നിന്ന് റബ്ബേ നീ കാത്തുരക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ച എത്ര ആളുകൾ ഈ കൂട്ടത്തിലുണ്ടാകും? ആരാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം വിഗ്രഹങ്ങളെ തച്ചുടച്ചതിന്റെ പേരിൽ തീക്കുണ്ടാരം ഏറ്റുവാങ്ങേണ്ടി വന്ന പ്രവാചകനാണ്. മക്കള് 2 പേരും പ്രവാചകന്മാരാണ്. ആ പ്രവാചകന്മാരായ മക്കൾ, പ്രവാചകനായ പിതാവായ വാപ്പ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കാണ്, വജുനുബ്നി വബനിയ അൻ നഅബുദൽ അസ്നാം. അല്ലാഹുവേ എന്നെയും എൻ്റെ മക്കളെയും ശിർക്ക് ചെയ്യുന്നതിൽ നിന്ന്, വിഗ്രഹാരാധന നടത്തുന്നതിൽ നിന്ന് നീ അകറ്റി നിർത്തണമേ. അതാ ഞാൻ നേരത്തെ പറഞ്ഞ എക്സ് മുസ്ലിമിന്റെ കാര്യം അല്ലേ? മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി ഈ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് പിശാച് കയറി വരുന്നത്. പല ദുശ്ചിന്തകളും അവന്റെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുന്നു. ഈ ഹിദായത്തിന്റെ മാർഗത്തിൽ നിന്ന് വഴിതെറ്റി നടക്കുന്നു. നിസ്സാരക്കാരല്ലവരാരും. ഇത്തരത്തിലുള്ള എക്സ് മുസ്ലിമീങ്ങളായി ചാനലുകളിൽ പ്രത്യക്ഷപ്പെടുന്ന ആളുകളെ ഒന്ന് നോക്കൂ നിങ്ങൾ. അവരൊക്കെ നിസ്സാരക്കാരാണോ? അല്ല. വലിയ വലിയ ക്വാളിഫൈഡ് ആയ വലിയ വലിയ രൂപത്തിൽ പ്രവർത്തിക്കുന്ന പദവികൾ അലങ്കരിക്കുന്ന ആളുകളാണവർ. എന്തേ കാരണം? പൈസക്ക് കുറവായിട്ടാണോ? ഇല്ല. അള്ളാഹുവിന്റെ ഈ ഹിദായത്തിന്റെ മാർഗത്തിൽ നിന്നും അവർ മാറിപ്പോയി. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞ പ്രാർത്ഥനകളിൽ വിശുദ്ധ ഖുർആൻ സൂറത്ത് ആൽ ഇംറാനിൽ പറഞ്ഞത്, റബ്ബനാ ലാ തുസ്ഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. അല്ലാഹുവേ ഹിദായത്തിന്റെ മാർഗത്തിൽ ഞങ്ങളെ പ്രവേശിപ്പിച്ച ശേഷം, എന്താണ് ഹിദായത്ത് എന്ന് മനസ്സിലായ ശേഷം അതിൽ നിന്ന് വഴിമാറി പോകുന്ന വിഭാഗത്തിൽ നിന്നും അല്ലാഹുവേ നിന്നോട് ഞങ്ങൾ കാവല് തേടുകയാണ്. അങ്ങനെ നീ ഞങ്ങളെ കൊണ്ടുപോകല്ലേ അല്ലാ എന്ന് അല്ലാഹുവോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. ഇബ്രാഹിം നബിയുടെ മറ്റൊരു പ്രാർത്ഥനയാണ് മക്കൾക്ക് വേണ്ടി നമസ്കാരം നിലനിർത്താൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമസ്കാരം, റബ്ബി ജഅൽനി മുഖീമസ്സലാത്ത്. അല്ലാഹുവേ 5 നേരം അല്ലെങ്കിൽ നമസ്കാരം കൃത്യമായി നമസ്കരിക്കുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്നും പല ആളുകളും പ്രാർത്ഥിക്കാറില്ല. നമ്മുടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. മക്കളുടെ വിദ്യാഭ്യാസം, മക്കളെ കല്യാണം കഴിക്കാറായിട്ടുണ്ട്, കടങ്ങളുണ്ട്, വീടില്ലാത്തതുണ്ട്, ജോലിക്ക് പ്രശ്നമുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ദുആ ചെയ്യുന്നുണ്ട്. കൂട്ടത്തിൽ മുസ്ലിമായി മരിപ്പിക്കണം എന്നൊക്കെ പ്രാർത്ഥിക്കാറുണ്ട് അല്ലേ? ഇതൊന്നും വേണ്ടാന്നല്ല, ഇതൊക്കെ അല്ലാഹുവോട് തന്നെ ചോദിക്കണേ. പക്ഷേ അതോടൊപ്പം മക്കളുടെ തൗഹീദുമായി ബന്ധപ്പെട്ട, വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് വേണ്ടി ദുആ ചെയ്ത ഇബ്രാഹിം നബിയുടെ തൊട്ടടുത്ത പ്രാർത്ഥന, കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമായ നമസ്കാരം നിലനിർത്തുന്ന ഒരു വിഭാഗത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ എന്നാണ്. റബ്ബി ജഅൽനി മുഖീമസ്സലാത്ത്. 5 കൃത്യമായി നമസ്കാരം നിലനിർത്തുന്നവരിൽ എന്നെ നീ ഉൾപ്പെടുത്തി. എന്നെ മാത്രം പോരാ, വമിൻ ദുർരിയ്യതി, അല്ലാഹുവേ എൻ്റെ മക്കളെയും നീ ഉൾപ്പെടുത്തണേ അല്ലാ, എൻ്റെ മക്കളെയും. ഇന്ന് പലപ്പോഴും നോക്കും നിങ്ങൾ, നേരത്തെ പറഞ്ഞൊരു വാപ്പമാരൊക്കെ നിസ്കരിക്കുന്നവരാ, മക്കളോ തോന്നുമ്പോ ചൊല്ലി, പറയുമ്പോ ചൊല്ലി, നിർബന്ധിക്കുമ്പോ ചൊല്ലി അല്ലേ? നമ്മളെങ്ങനല്ലേ പറയാറ്? കുറേ പറയണം. ആരാ? ചെറിയ മക്കളൊന്നുമല്ല, 10 കഴിഞ്ഞ മക്കളെയും പിന്നാലെ നടന്ന് നമസ്കരിക്കാൻ നിർബന്ധിക്കണം അല്ലേ? ഉമ്മയോ വാപ്പയോ നിർബന്ധിക്കാതെ നിസ്കരിക്കുന്ന മക്കളുണ്ടെങ്കിൽ ആ ഉമ്മക്കും ഉപ്പക്കും എത്രമാത്രം കൺകുളിർമയുണ്ടാകും.
അത്തരമൊരു കൺകുളിർമക്ക് വേണ്ടിയല്ല റബ്ബിനോട് നാം ചോദിക്കുന്നത്, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ. എന്താ ഖുർറത അയുൻ എന്ന് പറഞ്ഞാൽ മക്കളിലുള്ള കൺകുളിർമ എന്താ? എന്റെ മോള് വലിയ ഡോക്ടറാണ്, എഞ്ചിനീയറാണ്, വലിയ മാർക്കിൽ പാസ്സായി. അതുമാത്രമൊന്നുമല്ല, തൗഹീദുള്ള മോള്, തൗഹീദുള്ള മക്കൾ, 5 നേരം കൃത്യമായി നമസ്കരിക്കുന്ന മക്കൾ, അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുന്ന മക്കൾ. ഇതാണ് ഒരു വാപ്പയുടെ ഉമ്മയുടെ കൺകുളിർമ. ഇത് വേണമെങ്കിൽ എന്ത് വേണം? അള്ളാഹിന്റെ തൗഫീക്ക് വേണം. അള്ളാഹുവിന്റെ തൗഫീക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യണം? അള്ളാഹുവോട് നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. റബ്ബി ജഅൽനി മുഖീമസ്സലാത്ത് വമിൻ ദുർരിയതി, എന്നെയും എൻ്റെ മക്കളെയും നമസ്കാരം നിലനിർത്തുന്നവരിൽ നീ ഉൾപ്പെടുത്തണേ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥന കൊണ്ട് മാത്രം അവസാനിപ്പിച്ചില്ല, പ്രാർത്ഥിക്കുകയും അതിനുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്തു. എന്താണ് സാഹചര്യം? വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് സൂറത്ത് ഇബ്രാഹിം 37-ാമത്തെ ആയത്തിൽ, റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സറഇൻ ഇൻദ ബൈതിക്കൽ മുഹറം റബ്ബനാ ലിയുഖീമുസ്സലാത്ത്. അല്ലാഹുവേ, യാതൊരു വെള്ളവുമില്ലാത്ത, യാതൊരു കൃഷിയും ചെയ്യാൻ സാധ്യതയില്ലാത്ത ഈ സ്ഥലത്ത്, ഈ വാദിയിൽ അല്ലാഹുവേ, ഞാനിതാ എന്റെ കുടുംബത്തെ താമസിപ്പിച്ചിരിക്കുകയാണ്. എവിടെയാണ്? ഇൻദ ബൈതിക്കൽ മുഹറം, പരിശുദ്ധമായ കഅബാലയത്തിന്റെ അടുത്താണ്. എന്തിനെന്നറിയോ? റബ്ബനാ ലിയുഖീമുസ്സലാത്ത്, അല്ലാഹുവേ, അവർ നമസ്കാരം കൃത്യമായി നിലനിർത്താൻ വേണ്ടിയാണ് റബ്ബേ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥന കൊണ്ട് മാത്രം അവസാനിപ്പിച്ചില്ല, മറിച്ച് നമസ്കരിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തു. നമ്മളില്ലെങ്കിലും നമ്മുടെ വീട്ടിലെ ആൺമക്കൾ പള്ളിക്ക് പോകണം. നമ്മളില്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ആൺമക്കൾ പള്ളിക്ക് പോകണം. അതിനെന്ത് വേണം? പള്ളി ദൂരെയാണെങ്കിൽ ഒരു പക്ഷേ മക്കൾക്ക് പള്ളി പോകാൻ കഴിഞ്ഞോളണമെന്നില്ല. അതിനെന്ത് വേണം? നമ്മൾ വീട് വെക്കുമ്പോൾ, സ്ഥലം എടുക്കുമ്പോൾ തൊട്ടടുത്ത് ആദ്യം നോക്കേണ്ടത് പള്ളിയുണ്ടോ എന്നാണ്. നമ്മൾ ആദ്യം നോക്കേണ്ട അതിനുള്ള എത്ര കിട്ടും, വെക്കുമ്പോൾ എത്ര കിട്ടും, അല്ലേ? മക്കൾക്ക് സ്കൂൾ അടുത്തുണ്ടോ, മറ്റു കാര്യങ്ങളുണ്ടോ, അതൊക്കെ നോക്കിക്കൊന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ ഒക്കെ മുമ്പ് ആദ്യം നോക്കേണ്ടത് എന്താ? പള്ളിയുണ്ടോന്നാ, അല്ലേ? 5 നേരം കൃത്യമായി പള്ളിയിൽ പോയി നമസ്കരിക്കാൻ പറ്റുന്ന സൗകര്യമുണ്ടോ എന്നതാണ് ആദ്യമായിട്ട് നോക്കേണ്ടത്. ആദ്യമായി ഇബ്രാഹിം നബിയുടെ മാതൃകയും പ്രാർത്ഥനയും അതാണ്. കേവലം പ്രാർത്ഥന, നമ്മളൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കും, പഠിച്ചോനെ എന്റെ മക്കൾ 5 നേരം കൃത്യമായിട്ട് നിസ്കരിക്കണേ. നമ്മൾ വീട്ടിലില്ലെങ്കിൽ ആ മക്കൾ ആരോടൊപ്പം പള്ളിയിൽ പോകും? അങ്ങനെ പോകാൻ കഴിയുന്ന സാഹചര്യം നാട്ടിലായാലും ഇവിടെയായാലും ഉണ്ടാകണം. അതല്ല, അത്തരമൊരു സാഹചര്യം ഇല്ലെങ്കിൽ വീട്ടിൽ മക്കൾ എന്ത് ചെയ്യും? തോന്നും നിസ്കരിക്കും. നിസ്കരിച്ചാലായി, പിന്നെ ഉമ്മ പിന്നാലടക്കണം, വാപ്പോട് പറയൂന്ന് പറയണം, അല്ലേ? അല്ല, വീട്ടിലേക്ക് ബാങ്ക് കൊടുക്കുന്ന ആ അടുത്ത രൂപത്തിൽ വീട്ടിലെ അത്തരം ഒരടുത്താണ് വീടെങ്കിൽ, പള്ളിയുടെ അടുത്താണ് വീടെങ്കിൽ, ഇബ്രാഹിം നബിയുടെ മാതൃക ഏതാണ്? ഇൻദ ബൈതിക്കൽ മുഹറം, പള്ളിയുടെ അടുത്താണ് റബ്ബേ എന്റെ മക്കളെ താമസിപ്പിച്ചത്. എന്തിനാ? റബ്ബനാ ലിയുഖീമുസ്സലാത്ത്, നമസ്കാരം കൃത്യമായി നിലനിർത്തുന്നവരിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയാണ് റബ്ബേ. ഇബ്രാഹിം നബിയുടെ മാതൃകയാണ് നാം മനസ്സിലാക്കേണ്ടത്. നമ്മൾ എവിടെയാണെങ്കിലും വീടൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതും കൂടെയാണെന്നല്ല, ഏറ്റവും ആദ്യം അതാണ് ശ്രദ്ധിക്കേണ്ടത്. പള്ളിയിൽ പോകാൻ നമുക്ക് കൃത്യമായി പള്ളിയിൽ പോകാൻ നമ്മൾ പലപ്പോഴും അകലാകുമ്പോൾ നമുക്ക് പിന്നെ മടി ഇങ്ങനെ കൂടി വരും, അല്ലേ? വണ്ടി എടുത്ത് പോകണം, അതിനൊക്കെ. അപ്പോൾ പറയും അടുത്തേന് പോവാ, ഏതായാലും ഇവിടെ നിസ്കരിക്കാം, ഇല്ല? ബാങ്ക് ഇങ്ങനെ കേൾക്കുമ്പോൾ, ഇക്കാമത്ത് ഇങ്ങനെ കേൾക്കുമ്പോൾ വീട്ടിലിരിക്കാൻ പറ്റൂല, എഴുന്നേറ്റ് പള്ളിയിലേക്ക് പോകും, സുബ്ഹി മുതൽ ഇശാ വരെ. അതിനുള്ള സാഹചര്യം മക്കൾക്കുണ്ടാക്കി കൊടുക്കേണ്ടത് ഉപ്പാരെ ഉമ്മാരെ നമ്മുടെ ബാധ്യതയാണ് എന്ന് നാം മനസ്സിലാക്കണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വാർദ്ധക്യം വരെ മക്കളുണ്ടായിരുന്നില്ല. ഏകദേശം ഇബ്രാഹിം നബിയുടെ 90-ാമത്തെ വയസ്സിലാണ് ഇബ്രാഹിം നബിക്ക് മക്കളുണ്ടാകുന്നത്. പക്ഷേ അതുവരെ ഇബ്രാഹിം നബി ദുആ ചെയ്തുകൊണ്ടേയിരുന്നു, റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, അല്ലാഹുവേ സ്വാലിഹായ ഒരു സന്താനത്തെ നൽകണേ അല്ലാഹ്. നിരന്തരമായി ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ മക്കളെ നൽകണേ എന്നല്ല, മക്കൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരെ, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ, ആഗ്രഹിക്കുന്നവരെ നിങ്ങൾ ദുആ ചെയ്യുമ്പോ എനിക്ക് മക്കളെ നൽകണേ എന്നല്ല, റബ്ബേ സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ, നല്ല സൽസ്വഭാവികളായ, നിന്നെ അനുസരിക്കുന്ന, നിന്നെ ഭയപ്പെട്ട് ജീവിക്കുന്ന, 2 ലോകത്തും ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്ന സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകണയുള്ള. അതാണ് ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചത്, റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ. നമ്മളങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടോ? പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അല്ലേ? റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ.
അള്ളാഹുവിൻ്റെ എന്തോ തൗഫീക്കിന് നമുക്ക് കിട്ടിയ മക്കൾ ഇതുവരെ ഒരു കുഴപ്പമൊന്നുമില്ലാതെ 5 നേരം കൃത്യമായിട്ട് നിസ്കരിച്ചും സ്വാലിഹ്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നു എന്നതല്ലാതെ അള്ളാഹു നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ പ്രാർത്ഥിച്ചിട്ടാണോ? നമ്മൾ പ്രാർത്ഥിക്കണം സഹോദരങ്ങളെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയിട്ടുണ്ട്. പ്രഗത്ഭരായ 2 പ്രവാചകന്മാരെ, ഇസ്മായിൽ നബി എന്ന ഇസ്ഹാഖ് നബി എന്ന അലൈഹിമുസ്സലാം, ആ 2 പ്രവാചകന്മാരെയാണ് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയതായി നമുക്ക് കാണാൻ കഴിയും. ഇനിയും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മറ്റൊരു പ്രാർത്ഥന സൂറത്തു ഇബ്രാഹിമിലെ 41-ാമത്തെ ആയത്തിൽ കാണാം. റബ്ബന ഗഫിർലി വലിവാലിദയ്യ വലിൽ മുഅ്മിനീന യൗമ യഖൂമുൽ ഹിസാബ്. അല്ലാഹുവേ, എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും സർവ്വ മുഅ്മിനീങ്ങൾക്കും നീ പുറത്തു തരണമേ. യൗമ യഖൂമുൽ ഹിസാബ്, ഖിയാമത്ത് നാളിൽ, വിചാരണയുടെ നാളിൽ എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും സർവ്വ മുഅ്മിനീങ്ങൾക്കും നീ പുറത്തു തരണമേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വാപ്പാക്ക് വേണ്ടി ദുആ ചെയ്തു എന്നതിൽ പറയുന്നുണ്ട്. പക്ഷേ ആ വാപ്പക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന കൽപ്പന വരുന്നതിന് മുമ്പായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചത്. ചില റിപ്പോർട്ടിൽ നമുക്ക് അങ്ങനെ കാണാൻ കഴിയും. മറ്റു ചില വിശദീകരണങ്ങൾ മുഫസ്സിറുകൾ പറയുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ വാപ്പയുടെ മരണത്തിന് മുൻപാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇങ്ങനെ പ്രാർത്ഥിച്ചത്. മരണത്തിന് ശേഷമാണ് ഇബ്രാഹിം നബിയോട്, വാപ്പയുടെ മരണത്തിന് ശേഷമാണ് ഇബ്രാഹിം നബിക്ക് അള്ളാഹുവിന്റെ വഹി ഇറങ്ങുന്നത്. ഇനി വാപ്പാക്ക് വേണ്ടി ദുആ ചെയ്യാൻ പാടില്ല, വാപ്പ മുസ്ലിം ആയിട്ടില്ല, മരണത്തിന് ശേഷമാണ് അങ്ങനെ പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് ആയത്തിറങ്ങിയത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ 135-ാമത്തെ വയസ്സിലാണ് ഇബ്രാഹിം നബിയുടെ പിതാവ് മരണപ്പെടുന്നത്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മക്കയിൽ വെച്ചാണല്ലോ ഈ പ്രാർത്ഥനകളിൽ കൂടുതൽ നിർവഹിക്കുന്നത്. അപ്പോഴൊക്കെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങൾക്കും. നമ്മുടെ ഒരു പ്രാർത്ഥനയുടെ രൂപം അതാണ്. നമുക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി, ലോകത്തുള്ള മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം. എപ്പോൾ ദുആ ചെയ്യുമ്പോഴും ഉമ്മാനുപ്പാനെ മറക്കാൻ പാടില്ല. നമ്മുടെ ഏത് പ്രാർത്ഥനയ്ക്ക് പടച്ച റബ്ബിങ്കിലേക്ക് കൈകൾ ഉയരുമ്പോഴും ജീവിച്ചിരിക്കുന്നവരാകട്ടെ മരണപ്പെട്ടു പോയവരാകട്ടെ അവരെ ഓർക്കാതെ, അവർക്ക് വേണ്ടി ദുആ ചെയ്യാതെ നമ്മുടെ പ്രാർത്ഥന അവസാനിപ്പിക്കാൻ പാടില്ല. എപ്പോഴും അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. കാരണം അവരുടെ പ്രാർത്ഥനയും അവരുടെ പ്രവർത്തനവുമാണ് ഇന്ന് നാം, അറിയാലോ. അതുകൊണ്ട് എപ്പോഴും അവരെ ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങളെയും ആ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യണം. അതാണ് ഒരു പ്രാർത്ഥനയുടെ രൂപമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിയിലൂടെ പഠിപ്പിക്കുന്നത്. ഇബ്രാഹിം നബിയുടെ മറ്റൊരു പ്രാർത്ഥനയുണ്ട്. റബ്ബി ഹബ്ലി ഹുക്മൻ വഅൽഹിഖനി ബിസ്സാലിഹീൻ. അല്ലാഹുവേ, യഥാർത്ഥ അറിവെനിക്ക് നൽകണേ. ആകാശഭൂമികളിലെ മുഴുവൻ അറിവും ഇബ്രാഹിം നബിക്ക് നൽകിയെന്ന് ഖുർആൻ പറയുന്നുണ്ട്. എന്നിട്ടും ഇബ്രാഹിം നബിയുടെ ഒരു വിനയം നോക്കൂ നിങ്ങൾ. വിനയാന്വിതനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവോട് ദുആ ചെയ്യുകയാണ്. പടച്ച റബ്ബേ, നീ എനിക്ക് അറിവ് നൽകണേ, അതേപോലെ തന്നെ നീ എനിക്ക് ഏറ്റവും നല്ല നല്ല മനുഷ്യന്മാരിൽ നീ എന്നെ ഉൾപ്പെടുത്തണേ, സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ. നമ്മളൊക്കെ ദുആ ചെയ്യണം. മറ്റൊരു പ്രാർത്ഥനയുണ്ട്, വജഅല്ലി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ. ഞാൻ വേഗം ആ പ്രാർത്ഥനകൾ പറഞ്ഞു പോവാണ്. അല്ലാഹുവേ, എൻ്റെ കാലശേഷം എന്നെക്കുറിച്ച് നല്ലത് പറയുന്ന ഒരു രൂപത്തിൽ, നീ ഒരു ഏറ്റവും നല്ല രൂപത്തിൽ എനിക്കൊരു സൽകീർത്തി ഉണ്ടാക്കണേ. ഞാൻ മരിച്ചു പോയാലും എന്നെക്കുറിച്ച് ആളുകൾ ഓർക്കണേ, നന്മ ഓർക്കണേ. ഇന്നും ഇബ്രാഹിം നബിയെ കുറിച്ച് ആ പ്രവാചകന്റെ പേര് പറയാത്തൊരു മുസ്ലിമില്ല. രാവിലെയുള്ള പ്രാർത്ഥനകളിൽ, വൈകുന്നേരമുള്ള പ്രാർത്ഥനകളിൽ, സ്വലാത്തുകളിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഓർക്കുന്നു, അവിടുത്തെ കുടുംബത്തെ ഓർക്കുന്നു, അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. നമ്മൾ മരിച്ച നമ്മളെ കുറിച്ച് ആരെങ്കിലും ഓർക്കോ? ആകെ ഒരു 5-6 ദിവസം കുറച്ച് ആളൊക്കെ നമ്മളെ കുടുംബം ഓർക്കും എന്നല്ലാതെ. അതിന് ഏറ്റവും വലിയ ഉദാഹരണമല്ലേ നമ്മുടെ കുടുംബത്തിൽ നിന്ന് പോയ കുറെ ആൾക്കാരില്ലേ, അവരെ കുറിച്ച് ഏറ്റവും ചങ്ക് എന്ന് നമ്മൾ പറയാവുന്ന, ഏറ്റവും നല്ല ബന്ധം എന്ന് നമ്മൾ പറയാവുന്ന പലരും മരിച്ചു പോയില്ലേ. മരിച്ച ദിവസങ്ങളിലൊക്കെ കുറച്ച് വലിയൊരു വിഷമമുണ്ടായി മാറ്റിവെച്ചാൽ പിന്നെ നമ്മൾ അവരെ കുറിച്ച് ഓർക്കാറുണ്ടോ? ഇതേ അവസ്ഥ തന്നെ നമുക്കും, വാപ്പായാലും ഉമ്മായാലും മക്കളായാലും കൂട്ടുകാരായാലും ആരായാലും. പക്ഷേ നമ്മൾ മരിച്ചാലും നമ്മളെ കുറിച്ച് ഓർക്കാൻ, നല്ലത് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നിങ്ങൾ മരിച്ച ശേഷം ആളുകൾ നിങ്ങളെ കുറിച്ച് നല്ലത് പറയുകയാണെങ്കിൽ അറിയണം ആ മരണം നല്ല മരണമാണ്. ഏറ്റവും ചുരുങ്ങിയത് 4 അയൽവാസികളെങ്കിലും, നിങ്ങളുടെ ചുറ്റുഭാഗത്തുള്ള 4 അയൽവാസികളെങ്കിലും നിങ്ങളെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ അല്ലാഹുവിനെ ഖബർ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുത്തും. നമുക്കതിന് അയൽവാസികൾ തന്നെ അറിയില്ല അല്പം, അല്ലേ?
നമ്മുടെ അയൽവാസികൾ ആരാ? പോകുന്നുണ്ട്, വർഷത്തിലൊരിക്കലോ 2 വർഷത്തിലൊരിക്കലോ നാട്ടിൽ പോകും, ഒന്ന് പോയി വരുമെന്നല്ലാതെ അവരായിട്ട് എന്ത് ബന്ധം നമുക്കുള്ളത്? നാട്ടുകാരായിട്ട് എന്ത് ബന്ധം നമുക്കുള്ളത്? നാടായിട്ട് എന്ത് ബന്ധമുള്ളത്? അത് മറ്റൊരു വിഷയമാണ്. പക്ഷേ ആ ഒരു ബന്ധം കാത്തു സൂക്ഷിച്ചാലേ നമ്മൾ മരിച്ചാലും നമുക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാനും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമ്മെക്കുറിച്ച് നല്ലത് പറയാനും ഒരു വിഭാഗം ആളുകൾ ഉണ്ടാകൂ എന്ന് നാം തിരിച്ചറിയുക. സ്വർഗത്തിന് വേണ്ടി ഇബ്രാഹിം നബി ദുആ ചെയ്തു, വജഅൽനീ മിൻ വറസത്തി ജന്നത്തിൻ നഈം. അല്ലാഹുവേ, സുഖങ്ങളുടെ കേന്ദ്രമായ സ്വർഗത്തിൽ എന്നെയും നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. വഗ്ഫിർ ലി അബീ ഇന്നഹു കാന മിനൽ ളാലിൻ. എന്റെ പിതാവിനും നീ പുറത്തു കൊടുക്കണേ, എന്റെ പിതാവ് പിഴച്ചവനായിരുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞു ഈ പ്രാർത്ഥന ഉപ്പയുടെ മരണത്തിന് മുൻപുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു. ഉപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ശേഷം ഇബ്രാഹിം നബി ദുആ ചെയ്തിട്ടില്ല. ഇനിയും നോക്കൂ നിങ്ങൾ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന, വലാ തുഖ്സിനി യൗമ യുബഅസൂൻ. അല്ലാഹുവേ, ജനങ്ങളേക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ആ ദിവസത്തിൽ നീ എന്നെ അപമാനിക്കല്ല അല്ലാഹ്, നീ എന്നെ അപമാനിക്കരുതേ അല്ലാഹ്. എല്ലാ രഹസ്യങ്ങളും പരസ്യമാക്കപ്പെടുന്ന ദിവസം, യൗമ തുബ്ലസ് സറായിർ. മറ്റൊരു സ്ഥലത്ത് അല്ലാഹുവിന്റെ വാചകം, വഹുസ്സില മാ ഫിസ് സുദൂർ. നെഞ്ചുകളിൽ ഒളിപ്പിച്ചു വെച്ചതുപോലും രഹസ്യമാക്കി വെച്ചതുപോലും അല്ലാഹു നാളെ പരലോകത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും. ആരാരും അറിയാതെ ആരാരും കേൾക്കാതെ ലോകത്തൊരാരും അറിയാതെ ചെയ്ത തിന്മകളാണെങ്കിൽ പോലും അല്ലാഹു പുറത്തു തന്നിട്ടില്ല എങ്കിൽ, അല്ലാഹു മറച്ചു വെക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എങ്കിൽ നാളെ പരലോകത്ത് അല്ലാഹു ഒരു സ്ക്രീനിൽ കാണിക്കുന്ന രൂപത്തിൽ നമ്മെ വഷളാക്കും, യാതൊരു സംശയവുമില്ല. അവിടെയാണ് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന, വലാ തുഖ്സിനി യൗമ യുബഅസൂൻ. നമ്മൾ പ്രാർത്ഥിക്കണം, അല്ലാഹുവേ, എന്നെ നീ അപമാനിക്കല്ലേ, എന്തുണ്ടെങ്കിലും പഠിച്ചോനെ നീ എനിക്ക് പുറത്തു തരണേ, ഇവിടെ വെച്ച് തന്നെ മരണത്തിന് മുൻപായി എന്ന് അല്ലാഹുവോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. സൂറത്തുൽ മുംതഹനയിൽ ഒരു പ്രാർത്ഥന കാണാൻ കഴിയും, റബ്ബനാ ലാ തജഅൽനാ ഫിത്നതൽ ലില്ലദീന കഫറൂ വഗ്ഫിർ ലനാ റബ്ബനാ ഇന്നക അൻതൽ അസീസുൽ ഹകീം. അല്ലാഹുവേ, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളെ സത്യനിഷേധികളുടെ ഒരു പരീക്ഷണത്തിന് നീ ഇരയാക്കരുതേ അല്ലാഹ്. ഞങ്ങൾ കാരണം സത്യനിഷേധികൾ ചിരിക്കാൻ ഇടവരുത്തരുതേ അല്ലാഹ്. ഞങ്ങളെ സത്യനിഷേധികൾക്കൊരു കളിപ്പാവയാക്കി ഞങ്ങളെ നീ മാറ്റല്ലേ അല്ലാഹ്, ഒരു പരീക്ഷണ വസ്തുവായി നീ ഞങ്ങളെ മാറ്റല്ലേ അല്ലാഹ് എന്ന് അല്ലാഹുവോട് നിരന്തരമായി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചിരുന്നു. ഞാൻ കുറേ കാര്യങ്ങൾ ഇങ്ങനെ മാറ്റി വളരെ പ്രധാനപ്പെട്ടത് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇത്ര നേരം നമ്മൾ പറഞ്ഞത് ഖുർആനിൽ വന്ന പ്രാർത്ഥനകളാണ്. ഇതിൻ്റെയൊക്കെ കുറേ വിശദീകരണങ്ങളുണ്ട് കേട്ടോ, അതൊക്കെ നമ്മൾ പഠിക്കണം. കാരണം ഇതൊക്കെ ജീവിതത്തിന്റെ മാതൃകയാക്കേണ്ടതാണ്. ഹദീസിൽ വന്നൊരു പ്രാർത്ഥന കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തെ മക്കളായ ഇസ്മായിലിനും ഇസ്ഹാഖിനും വേണ്ടി പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും തന്റെ പേരക്കുട്ടികളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ അവർക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ട്. അവിടെ നിന്ന് പറഞ്ഞു, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുഅവ്വിദുൽ ഹസൻ വൽ ഹുസൈൻ. ഇമാം ബുഖാരിയും മുസ്ലിമും പ്രഗൽഭരായ മുഹദ്ദിസുകളും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ അവർക്ക് വേണ്ടി അല്ലാഹുവിനോട് കാവൽ ചോദിക്കുകയാണ്. എന്നിട്ട് അവർ ഒന്ന് പറഞ്ഞു, ഇന്ന അബാകുമാ കാന യുഅവ്വിദു ബികാ ഇസ്മാഈല വ ഇസ്ഹാഖ്. ഞാനിത് പ്രാർത്ഥിക്കാനുള്ള കാരണം നിങ്ങളുടെ പിതാവായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തെ മക്കളായ ഇസ്മായിൽ നബിക്കും ഇസ്ഹാഖ് നബിക്കും വേണ്ടി ദുആ ചെയ്യാറുണ്ട്. എന്താണ് പ്രാർത്ഥന എന്നല്ലേ? അഊദു ബികലിമാത്തില്ലാഹി താമ്മ മിൻ കുല്ലി ശൈത്താനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. അല്ലാഹുവോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥന മക്കൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, മക്കൾക്ക് വേണ്ടി അല്ലാഹുവോട് ദുആ ചെയ്യുമ്പോ മക്കളെ ചേർത്ത് പിടിക്കണം. എന്നിട്ട് മക്കൾക്ക് വേണ്ടി റബ്ബിനോട് ദുആ ചെയ്യണം. അഊദു ബികലിമാത്തില്ലാഹി താമ്മ. അല്ലാഹുവേ, നിന്റെ മുഴുവൻ വചനങ്ങളെ ഞാൻ മുൻനിർത്തിക്കൊണ്ട് അല്ലാഹുവേ, ഞാൻ എന്റെ മക്കൾക്ക് വേണ്ടി കാവൽ ചോദിക്കുകയാണ്. നിന്റെ മുഴുവൻ വചനങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ കാവൽ ചോദിക്കുകയാണ്. മിൻ കുല്ലി ശൈത്വാൻ, എല്ലാ ശൈത്താന്റെ ശർറിൽ നിന്നും നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. വഹാമ്മ, ഇഴജന്തുക്കളുടെ ശല്യത്തിൽ നിന്നും വിഷജന്തുക്കളിൽ നിന്നും. വമിൻ കുല്ലി ഐനിൻ ലാമ്മ, ആക്ഷേപകാരിയായ കണ്ണുകളിൽ നിന്നും അസൂയക്കാരുടെ കണ്ണുകളിൽ നിന്നും അല്ലാഹുവേ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന് നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം എന്ന്
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാണ്. നമ്മുടെ ശത്രുക്കൾ ഉണ്ടാകും, നേർക്ക് നേരെ വരുന്നവരും ഒളിഞ്ഞിരിക്കുന്നവരും ഒളിച്ചിരിക്കുന്നവരും അതേപോലെ തന്നെ മറഞ്ഞിരിക്കുന്നവരും ഒക്കെ ഉണ്ടാകും. അത്തരം ശത്രുക്കളിൽ നിന്ന്, അതേപോലെ തന്നെ ഇഴജന്തുക്കളുടെ ശല്യം, അതിൽ നിന്നും അള്ളാഹുവോട് ദുആ ചെയ്യണം. അല്ലെ, ഇഴജന്തുക്കള്, വിഷജന്തുക്കള്, അതാണ് ഹാമ്മ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മാതൃക പിൻപറ്റി ആ പ്രാർത്ഥനകൾ പഠിച്ച് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്ന യഥാർത്ഥ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അസാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.